ഇസ്രായേലിൻ്റെ ഡിമോണ ആണവ നിലയം ഇറാൻ ആക്രമിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായ കണക്ക് വിവരങ്ങൾ ഇപ്പോഴും അവർ പുറത്തു പറഞ്ഞിട്ടില്ല. പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതൊരു ചോദ്യത്തിന് മറുപടിയിലാണ് ഇസ്രായേൽ ഇങ്ങനെ പ്രതികരിച്ചത്. നിങ്ങളുടെ ആണവ നിലയത്തിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായല്ലോ, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചോദ്യത്തിനാണ് അവർ തങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണം തുരുതുര ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒന്നിലധികം പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 4-ലധികം ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഡിമോണ കേന്ദ്രം ആക്രമിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷയും അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനത്തിന് ശക്തി കൂട്ടുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ താഡ് സിസ്റ്റവും ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റവും എല്ലാം ഇവിടെ വലിയ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടി ഈ ഇറാന് സാധിച്ചത്. അതോടൊപ്പം തന്നെ തെല്ലവീവ് കേന്ദ്രീകരിച്ചും ഹൈഫ കേന്ദ്രീകരിച്ചും വലിയ ആക്രമണങ്ങളുടെ പെരുമയെ തന്നെ ഇന്നലെയും ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുണ്ട്. ഹൈഫ നഗരം പൂർണ്ണമായി അടിച്ചിട്ടുണ്ടെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക ക്യാമ്പുകളും ഗവൺമെൻറ് തലത്തിലുള്ള പ്രധാന ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ആ മേഖലയിലേക്കാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും അവരുടേതല്ലാത്ത രീതിയിൽ പുറത്തു വരുന്നില്ല. വലിയ നിയന്ത്രണം സോഷ്യൽ മീഡിയക്കും അതോടൊപ്പം തന്നെ മീഡിയകൾക്കും ഉണ്ട് എന്നതിനാലും അതിനെ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും മൊബൈലുകൾ ഉപയോഗിച്ച് രഹസ്യങ്ങൾ ചോർത്തുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇസ്രായേൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി ജനങ്ങൾ തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ അവിടെ നടക്കുന്ന ദുരന്തത്തെക്കുറിച്ചോ വിഷയത്തെക്കുറിച്ചോ മൊബൈൽ പോലും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമണം നടത്തുന്ന സമയത്ത് സർക്കാർ തന്നെ ഔദ്യോഗികപരമായി ഇത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്, ഇത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് ഇറാനിലൊരു വിശ്വാസ്യതയുണ്ട്, ഇസ്രായേൽ അതില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏകോപിച്ചുകൊണ്ടുള്ള ഒരു അക്രമ രീതി അല്ലെങ്കിൽ ഒരു പ്രതിരോധ രീതി ഇസ്രായേലിൻ്റെ അകത്തും ഇല്ല എന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ എല്ലാ നയങ്ങളെയും നിലപാടുകളെയും അപ്പടെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന രീതിയല്ല ഇപ്പോൾ നിലവിലുള്ളത്. കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ആ വാശിയും അതോടൊപ്പം തന്നെ പ്രതികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അങ്ങനെ തന്നെ ഈ പ്രവർത്തനത്തിന് സൈനികരെ സജ്ജമാക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന മാനസിക പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും വിഷയങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നത് അപ്പടെ അനുസരിച്ച് മറ്റുള്ളവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ ആക്രമിക്കുക വെട്ടിപ്പിടിക്കുക എന്നുള്ളതൊന്നും അത്ര എളുപ്പത്തിൽ ഒരു സുതാര്യമായിരിക്കുന്ന കാര്യമല്ല എന്ന് സൈനികർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളൊരു അടിമ വംശരെ പോലെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഈ പ്രവർത്തിക്കുക, അതിനനുസരിച്ച് അതിൻ്റെ നാശങ്ങൾ ഉണ്ടാക്കുക, മരണങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ മരണസംഖ്യയുടെ എണ്ണം കൂട്ടുക എന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടതല്ല എന്ന് ഇസ്രായേൽ സൈന്യത്തിൽ തന്നെ അഭിപ്രായമുണ്ട്. അവരത് തുറന്ന് പറയുന്നില്ലെങ്കിൽ പോലും മാനസികപരമായിരിക്കുന്ന വലിയ പിരിമുറുക്കം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ സ്ഥിതി വളരെ സങ്കീർണമാണ്. രാജ്യത്തുനിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പ്ലെയിൻ ഇല്ല എന്നുള്ളതിനാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം. മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് ഒളിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലും സാധ്യമല്ലാത്ത രീതിയിലാണ്. അതായത് പരമാവധി ബങ്കറുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബങ്കറിൻ്റെ മേലേക്ക് ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നതിനാൽ ഉള്ളിലുള്ളവർ പോലും ശ്വാസം മുട്ടി മരിക്കുന്ന രീതിയിലുള്ള സ്ഥിതി അവസ്ഥകൾ ഉണ്ടാകുന്നു. ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു, ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകൾ കിട്ടാതാവുന്നു, റോഡുകളൊക്കെ തകർക്കപ്പെട്ട രീതിയിലാണ്. അങ്ങനെ ഏറെക്കുറെ ഗസക്ക് സമാനമായിരിക്കുന്ന രീതിയിൽ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവ് കേന്ദ്രീകരിച്ച് പോലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുകയും മാനസികമായ രീതിയിൽ വലിയ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം എന്നതിനാൽ അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ട്.
ഗസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സ്വാതന്ത്ര്യമായതോടുകൂടി തന്നെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. പിന്നീട് അവർ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞുകൂടുന്ന രീതിയാണ്. അപ്പോൾ ഏറ്റവും ദുരിതപരമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തെ അതിജീവിക്കാൻ വേണ്ടി ഈ ഗസക്കാർ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ തലമുറ പോലും പ്രാപ്തരായിരിക്കുന്നു. കാരണം അവർ എല്ലാ കാലത്തും ഈ ദുരിതവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചവരാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗതുല്യമായിരിക്കുന്ന ജീവിത നിലവാരവും സ്ഥിതികളുമാണ് സർക്കാർ തലത്തിലും ലോകാടിസ്ഥാനത്തിലും അവർക്ക് കിട്ടിയത്. അവർ അങ്ങനെയാണ് അത് അനുഭവിച്ചത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണമില്ലാത്തൊരു സ്ഥിതി അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥിതി, സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരേ സമയത്ത് ഇതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഥവാ ഇരട്ട പൗരത്വമുള്ള നല്ലൊരു ശതമാനം ജൂത വിശ്വാസികളും രാജ്യം വിട്ടു പോകാൻ താല്പര്യപ്പെടുകയും മറ്റ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒറ്റ പൗരത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനും ഇസ്രായേലിൻ്റെ പൗരത്വം റദ്ദ് ചെയ്യാനും തീരുമാനിച്ച നല്ലൊരു ശതമാനം ജനങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അകത്തുണ്ട്. പക്ഷേ അവരുടെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വാഹന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലെയിൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്നുള്ളതും, കപ്പൽ യാത്രയോ അല്ലെങ്കിൽ ബോട്ട് യാത്രയോ ഒരിക്കൽ പോലും സുരക്ഷിതമല്ല. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ പതാക വഹിച്ചിരിക്കുന്ന ഒരു കപ്പൽ ഈ മേഖലയിൽ എവിടെയെങ്കിലും കണ്ടാൽ അത് ഇറാൻ നശിപ്പിക്കും. അതിനായിട്ടുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അവരുണ്ട് എന്നതിനാൽ ഈ യാത്രയും അവർക്ക് അപകടകരമായിരിക്കുന്ന ഒരു സൂചനയാണ് നൽകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പൗരന്മാർ പോലും മിഡിൽ ഈസ്റ്റ് സുരക്ഷിതമല്ലെന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ പൗരന്മാർക്ക് പോലും സുരക്ഷിതം നൽകാൻ പറ്റാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അമേരിക്ക മാറിയിരിക്കുന്നു. താൻ അമേരിക്കൻ പൗരനാണ് എന്ന് പറയാൻ പേടിക്കുന്ന സ്ഥിതിയിലേക്കാണ്. പരമാവധി ആളുകളൊക്കെ 12ഓളം രാജ്യങ്ങളിൽ നിന്ന് പൗരന്മാരെ അമേരിക്ക മടക്കി വിളിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തേക്ക് തിരിച്ചു പോരണം, നിങ്ങൾക്ക് സുരക്ഷിതമല്ല എന്നുള്ളത്. ഇസ്രായേലിൻ്റെ അകത്തുള്ള അമേരിക്കൻ പൗരന്മാർക്ക് പോലും സുരക്ഷിതം കൊടുക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കണമെങ്കിൽ അവിടുത്തെ ഭീതിജനകമായിരിക്കുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും സങ്കീർണമാണ് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുരക്ഷിത മേഖല തേടി നിങ്ങൾ പോകണമെന്നുള്ളതും എല്ലാ സമയങ്ങളിലും സൈറൺ മുഴങ്ങിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ബങ്കറുകൾ, ഏത് ഭാഗത്താണോ ഈ കാലിയായിരിക്കുന്ന ബങ്കറുകൾ ഉള്ളത്, നിങ്ങൾ സുരക്ഷിത ഇടം അവിടെയാണ്. മുന്നറിയിപ്പില്ലെങ്കിൽ പോലും നിങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നവർ പറയുന്നതിൻ്റെ ഒരു അപകടാവസ്ഥ ഭീതിപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. മുസ്ലിം ഏരിയകൾ നോക്കി, ഇസ്രായേലിൻ്റെ അകത്ത് മുസ്ലിം ഏരിയകൾ 3-4 വലിയ പട്ടണങ്ങളും അതോടെ തന്നെ 5-10 ഗ്രാമങ്ങളും മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഏരിയകളാണ്. ഈ മുസ്ലിങ്ങളുടെ ഏരിയയിലാണ് പിന്നെയും സുരക്ഷിതത്വമുള്ളത് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നേ ഇല്ല. അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടും ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. അതിന് അവർക്ക് റൂട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ ഒരു സമ്മതിക്കുകയും ചെയ്തു, ഞങ്ങൾക്ക് വലിയ സഹായങ്ങൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ചൈനയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ സജീവമായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇറാനെ സഹായിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ പ്രതിഭയോട് കൂടി തന്നെ അവിടെ നിലനിൽക്കുക എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും ഭാവി സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാക്കാനും വലിയ രീതിയിൽ പങ്കുവയ്ക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായിരിക്കുന്ന സഹായം ഇറാന് നൽകാൻ വേണ്ടിയിട്ട് റഷ്യയും ചൈനയും തീരുമാനിക്കുന്നത്. അതിൻ്റെ ഗുണഫലങ്ങൾ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ സർവ്വ മേഖലയിലും തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഡിമോണ ആണവായുധ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഈ മേഖല തങ്ങൾ ആക്രമിക്കുമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഈ മേഖലയ്ക്ക് ഏകദേശം 1930 കിലോമീറ്ററാണ് ദൂരപരിധിയുള്ളത്. ഇറാൻ്റെ കൈവശത്തിൽ 2000 കിലോമീറ്ററിൽ അധികമുള്ള